ബൈബിളിനെക്കുറിച്ചും യഹോവയെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ഇന്ന് പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിവരിച്ചതും തോമസ് മുറ്റത്തുകുന്നേൽ വിവരിച്ചതും തോമസ് തുണ്ടിപ്പറമ്പിൽ വിവരിച്ചതും അതുപോലെ തന്നെ മിസ്സിസ് മാത്യു, ഷീല മാത്യു, അങ്ങനെയുള്ളവർ ഒക്കെ വിവരിക്കുന്നതും ബെഞ്ചമിൻ എന്ന് പറയുന്ന IPC ഇന്ത്യൻ പെന്തക്കോസ്റ്റിലുള്ള ബെഞ്ചമിൻ സാറ്, സിറിയാക്ക്, ജി ജോയ്, ഇവരെല്ലാവരും പറയുന്നതിനെ കുറിച്ചിട്ട് ഞാൻ വായിക്കാറുണ്ട്. ഇത് ക്രിസ്ത്യൻ പേരുള്ളവരാണ്. അതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കമൻറ്റ് പറയാറുണ്ട്. ഇത് കേട്ട് ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തി, അറിവില്ലായ്മയുടെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ, താനൊക്കെ എന്തിനാണോ മറ്റു മതത്തെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എന്തിനാ വീണ്ടും വീണ്ടും ഉത്തരം കൊടുക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, പുച്ഛസ്വരം വരുമ്പോൾ, അവഹേളനാത്മകമായ പദപ്രയോഗങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം ഉത്തരം കൊടുക്കാനുള്ള ഒരു അവസരം ജഗദീശ്വരൻ തരികയാണ്. യഥാർത്ഥത്തിൽ പുകഴ്ത്തുന്നതിനേക്കാൾ വിമർശിക്കുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ അവസരം കിട്ടുന്നതിന് സഹായകമാവുന്നത്. അപ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളും പുച്ഛങ്ങളും വെല്ലുവിളികളും പച്ചത്തെറി ഉൾപ്പെടെയുള്ളവർ മറ്റുള്ളവർ പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. ഇത് ഒരു ജോർജിൻ്റെ ശബ്ദമല്ലാതെ ജോർജിനെ പോലെ അനവധി വ്യക്തികൾക്ക് തോന്നിയിരിക്കാനാണ് സാധ്യത. അവരൊന്നും ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ചുവട്ടിൽ എഴുതില്ല, അല്ലെങ്കിൽ എഴുതാൻ അവർ മെനക്കെടില്ല, അല്ലെങ്കിൽ മലയാളം ടൈപ്പ് അവർക്ക് പറ്റിയില്ല, ഇംഗ്ലീഷ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർക്ക് എല്ലാവർക്കും ഈ ജോർജിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോളിനെ പോലെയുള്ളവരുടെ അങ്ങനെയുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. ഒരു വ്യക്തിയുടെ അഭിപ്രായം അയാളുടെ മാത്രമാവില്ല, വേറെ പലരുടെയും അത്തരത്തിൽ അതേ വേവ് ലെങ്ത് ഉള്ളവർക്ക് ഉണ്ടാവും. ഈ ജോർജ് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ വിലസുന്ന ഗോപാലകൃഷ്ണൻ. ഞാൻ ജോർജിനോട് പറയുന്നു, ഞാൻ അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ചിട്ടല്ലല്ലോ ജോർജ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ കൂടുതലായിട്ട് സംഗീതത്തെക്കുറിച്ച് നൃത്തത്തെക്കുറിച്ച് പറയാറില്ല. എന്താ കാരണം അറിയാം? എനിക്ക് സംഗീതത്തെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുകൂടാ, നൃത്തത്തെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുകൂടാ. വാസ്തുവിദ്യ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകരുതെന്നേ പറയാറുള്ളൂ. വാസ്തുവിദ്യ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാത്ത വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല ജോർജ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഇഷ്യൂ പറയണമെങ്കിൽ ആ ഇഷ്യൂ പഠിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അറിയാത്ത വിഷയത്തെക്കുറിച്ച് ജോർജെ ഞാൻ പറയാറില്ല. ഇനി മാത്രമല്ല, ഇനി ബൈബിളിനെ കുറിച്ച് കുത്തിയിരുന്ന് ഞാൻ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിലെ ഓരോ വിവരണങ്ങളും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ ധർമ്മത്തിൽ പഠിക്കാൻ ധാരാളമുണ്ട്. പക്ഷേ ഞാൻ ബൈബിളിനെ കുറിച്ചോ യേശുക്രിസ്തുവിനെ കുറിച്ചോ യഹോവയെക്കുറിച്ചോ ആദത്തെക്കുറിച്ചോ അവയെക്കുറിച്ചോ ഇവിടുത്തെ ജലന്ധർ ബിഷപ്പിനെ കുറിച്ചോ കർദിനാളിനെ കുറിച്ചോ അച്ഛന്മാരെ കുറിച്ചോ ഒന്നും കമൻറ്റ് പറയണമെന്നുള്ള താല്പര്യത്തോടു കൂടി അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട് ജോർജ്. നമ്മുടെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, കൂട്ടം കൂട്ടായിട്ട് കാശ് കൊടുത്തും അല്ലാതെയും മതം മാറ്റുക. അത് ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച് മതം മാറ്റുക, ജോലി കൊടുത്ത് മതം മാറ്റുക, കല്യാണം കഴിപ്പിച്ച് മതം മാറ്റുക, ഉള്ള വീട് പൊളിച്ചു കളഞ്ഞ് തറ പണിയാനുള്ള പൈസ കൊടുത്തിട്ട് ഇനി ബാക്കി പൈസ വേണമെങ്കിൽ പള്ളിയിലേക്ക് വന്ന് നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്ന് പറയാം. എത്രയെല്ലാം ചതിയും വഞ്ചനയുമാണ് ജോർജെ കാണുന്നേ അറിയോ, കേൾക്കുന്നേ അറിയോ? നിങ്ങൾക്കത് ചതിയും വഞ്ചനയാണെന്ന് തോന്നില്ല. എന്താ കാരണം അറിയോ? ജനിച്ചു വളർന്നത് തന്നെ ഈ ചതിയിലും വഞ്ചനയിലും നടത്തുന്ന മതം പ്രചരിപ്പിക്കുന്ന മത കച്ചവടം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്നപ്പോൾ തീവ്രവാദികളുടെ ഇടയിൽ വളർന്ന വ്യക്തികൾക്ക് ഞാൻ തീവ്രവാദിയാണെന്ന് തോന്നുന്നു. തനി തറ പണി ചെയ്യുന്ന വ്യക്തികൾക്ക് ജനിച്ചത് ആ വീട്ടിലാണെങ്കിൽ അവർ തറ പണി ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. ചെമ്പൽക്കാട്ടിൽ വളർന്ന പൂലൻദേവിയുടെ കൂട്ടത്തിൽ വളർന്നവർക്ക് ഞങ്ങൾ കൊള്ളക്കാരാണെന്ന് തോന്നില്ല. ഞങ്ങൾ നോർമലും മറ്റുള്ളവർ അബ്നോർമലും ആണെന്നേ തോന്നുള്ളൂ. മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർക്ക് തോന്നുമോ ഞങ്ങൾ മാനസിക രോഗികളാണെന്ന്? അവർ നോർമലും മറ്റുള്ളവർ അബ്നോർമലും ആണെന്നാ തോന്നുക. അതേപോലെയാണ് മാനസിക രോഗം ബാധിച്ച കുറേ കർദിനാൾമാരും ബിഷപ്പുമാരും അച്ഛന്മാരും ഈ ഹിന്ദുവിനെ അവഹേളിച്ചും ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ അടിച്ചു മാറ്റിയും തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് പോലെ ഒരു മതത്തെ വളർത്തുന്നു എന്ന് മാത്രമല്ല, നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ആ മതം ഒരു കോർപ്പറേറ്റ് ബിസിനസ്സാണ്.
അത് കച്ചവടം നടത്തുകയാണ്. അതിൻ്റെ പ്രോഡക്റ്റ് ബൈബിളിനെ കച്ചവടം നടത്തുന്നു, യേശുവിനെ കച്ചവടം നടത്തുന്നു, യഹോവയെ കച്ചവടം നടത്തുന്നു, പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടത്തിൻ്റെ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നു, കൺവെർട്ട് ചെയ്ത ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കച്ചവടത്തിൻ്റെ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നു. ഒരു കോർപ്പറേറ്റ് ബിസിനസ്. അത് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് വരുന്നത് കൊണ്ടാണ് പ്രതികരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട ചെയ്താലും നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ബൈബിള് പഠിച്ച് സ്വർഗത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിൻ്റെ 10-1 അംശം ഇവിടെ പഠിച്ചാൽ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരാത്ത വിധത്തിൽ സ്വർഗത്തിൽ പോകും. ഇത് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയെ പോലെ അയാളെ ഇപ്പോഴും പൂജിക്കുന്നവരുണ്ട്. അയാൾ തോമസ് മുറ്റത്തുകുന്നേൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ഡോക്ടർ CI ഐസക്കും വിവരിക്കുന്നുണ്ട്. അവരെ പോലെയൊക്കെ പൂജിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അവർ ചെയ്തു കൂട്ടിയ ക്രൂരത 1000 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലും മതിയാവില്ല. കാരണം ചെയ്തത് ഹിന്ദുക്കൾക്കെതിരെയാണ്. ഈ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തത് ഹിന്ദുക്കൾക്കെതിരെയാണ്. അത് ചെയ്തവരൊക്കെ വർഗീയവാദികളല്ല, പുണ്യവാളന്മാരാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ ഗോപാലകൃഷ്ണൻ വർഗീയവാദിയും അറിവില്ലാത്തതിൻ്റെ പ്രതീകമാണ്. ജോർജ് തന്നെ പോലെയുള്ളവരുടെ തലയ്ക്കകത്ത് സ്ഥിരബോധവും മനസ്സിലെ ഭ്രാന്തും മാറുന്ന ദിവസം ഗോപാലകൃഷ്ണൻ ഇത് നിർത്താം. നിങ്ങൾ ഭ്രാന്തന്മാരും മാനസിക രോഗികളുമായിട്ട് യേശു ക്രിസ്തുവിനെയും ബൈബിളും കച്ചവടം നടത്തിയിരിക്കുന്നിടത്തോളം കാലം, എൻ്റെ ശരീരത്തിൽ ശ്വാസവും ജീവനും ഉള്ളിടത്തോളം കാലം ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. നല്ല എഫക്റ്റ് ഉണ്ടെന്നുള്ളതും അറിയാം. അതുകൊണ്ട് ജോർജ് ഗോപാലകൃഷ്ണൻ മണ്ടനാണ്, ഗോപാലകൃഷ്ണൻ അറിവില്ലാത്തവനാണെന്നൊന്നും പറയല്ലേ. നല്ല പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മഹാസാഗരത്തിൽ കിടക്കുന്ന ഗോപാലകൃഷ്ണനോട് നീ അറിവില്ലാത്തവനാണെന്ന് പറയല്ലേ. അഹങ്കാരത്തിന്റെ ശബ്ദമല്ല, ആത്മാഭിമാനത്തിന്റെ ശബ്ദമാണെന്ന് ജോർജിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജോർജിനെ മാത്രമല്ല, ജോർജിനെ പോലെയുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങോട്ട് കയറി കൊത്തല്ലേ, തിരിച്ചു പറയും. 100 ചോദ്യം നിങ്ങൾ ചോദിക്കാം, 100 ചോദ്യത്തിന് ഗോപാലകൃഷ്ണൻ ഉത്തരം പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് താൻ പറയുന്ന പള്ളിയിൽ അച്ഛൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ തയ്യാറാണ്. പറയുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവഹേളിച്ചാലും തെറി പറഞ്ഞു കഴിഞ്ഞാലും മണ്ടനാണെന്ന് പറഞ്ഞാലും പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താനല്ല, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള കുറേ എണ്ണങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തർ പറയുന്നതിനും ഉത്തരം കൊടുക്കുന്നത്. എന്തിനാ സമയവും ഊർജവും ഇവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് ചെലവഴിക്കുന്നത് എന്ന് ചില ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ചോദിക്കാറുണ്ട്. അവരോടും പറയുന്നു, ഇതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ ആ വീക്ഷണമുള്ളവർക്ക് നമ്മുടെ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ നമുക്കൊരു അനുഗ്രഹം തരികയാണ് ഇതുമാതിരിയുള്ള വരികളും കമന്റുകളും എഴുതുന്നതിലൂടെ. ആ അനുഗ്രഹം ഇനിയും തുടരണം. ഇനിയും നിങ്ങൾ ഏത് ചോദ്യങ്ങളും ഏത് അവഹേളനത്തിൻ്റെയും അപകീർത്തിപ്പെടുത്തലിൻ്റെയും വാക്കുകളും ഉപയോഗിക്കണം. എങ്കിലേ അത് ഉപയോഗിച്ച് എനിക്ക് തിരിച്ചു തരാൻ സാധിക്കുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.